കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളെ ആക്രമിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 40ഓളം തമിഴ് മത്സ്യത്തൊഴിലാളികൾക്കെതിരെ കേസെടുത്തു. കൊലപാതക ശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പുറംകടലിൽ വെച്ച് ആക്രമണത്തിന് ഇരയായത്. വിഴിഞ്ഞത്തിന് തെക്ക് കേരള ബോട്ടുകളുടെ മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കില്ലെന്നാണ് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് 125 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന 6 ബോട്ടുകൾക്ക് നേരെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ആക്രമണം നടത്തിയത്. ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം, ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തൽ, ലഹള, ബോട്ടുകൾക്ക് നാശനഷ്ടം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ്. എന്റെ ബോട്ടിലെ വീൽ ഹൗസ് എന്ന് പറയുന്ന മാസ്റ്റർ ഇരിക്കുന്ന റൂം ഫുള്ള് ഇടിച്ച് തകർത്ത് കളഞ്ഞു. ബോട്ട് മൊത്തം ഇടിച്ച് നാശമായി കളഞ്ഞു. ആളുകൾക്കെല്ലാം പരുക്കാണ്. ചീളുകൾ തെറിച്ച് വീണു. എല്ലാവർക്കും ചെറിയ ചെറിയ പരുക്കുകളുണ്ട്. 40ഓളം വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനിരയായ മത്സ്യത്തൊഴിലാളികളുടെ മൊഴിക്കൊപ്പം ബോട്ടുകൾക്കുണ്ടായ നാശനഷ്ടവും വിലയിരുത്തിയ ശേഷം കേസ് കന്യാകുമാരി പോലീസിന് കൈമാറും. പുറം കടലിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മുൻപും പലയിടത്തും തർക്കം നിലനിന്നിരുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.